പി ജയരാജൻ ഇപ്പോഴും സെൻട്രൽ കമ്മിറ്റിയിലെ മെമ്പറാണ്, ബാക്കി എല്ലാ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. LDF കൺവീനറല്ല എന്ന് വെച്ചാൽ ചെറിയൊരു സിഗ്നൽ കൊടുത്തു. ഇതല്പം കൂടിപ്പോയി. ഏത്? ജാവ്ദേക്കറുമായിട്ട് കണ്ടത്. ഇത് വാസ്തവത്തിൽ ജയരാജനും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, BJPക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ നാട്ടിൻപുറത്തെ വഴിയിലൂടെ നടക്കുന്നു. അപ്പോൾ വായിജിത്ത് എന്നോട് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഇങ്ങേരുടെ വീട്. ആണോ, എന്നാൽ ഒന്ന് കയറിയേക്കാം, ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കയറുന്നു. അതേസമയം ഒരു ഫ്ലാറ്റിൽ അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. പി ജയരാജൻ്റെ മകൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ പി ഉണ്ടെന്നറിഞ്ഞിട്ട് എന്നാലൊന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ജാവ്ദേക്കർ കയറി എന്നാണ് പിയുടെ ഭാഷ്യം. ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ കയറാൻ പറ്റില്ല എന്ന്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, നിങ്ങൾ ഏത് ഫ്ലോറിലാണ്, എന്താണ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയിട്ട് വേണം ഇന്ന സമയത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫ്ലാറ്റിൽ കയറാൻ പറ്റുള്ളൂ. നാട്ടിൻപുറത്തെ ഇടവഴിയിൽ ഇറ്റ് ഈസ് ഓക്കെ. നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ജീവിച്ച ആൾക്കാർ നമുക്കറിയാം. ഇപ്പം അതെ മറ്റേ ചേട്ടനുണ്ടോ എന്ന് നോക്കിയേക്കാം, ചേച്ചിയേ ചേട്ടനവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതല്ലല്ലോ ഫ്ലാറ്റിലെ ഏർപ്പാട്. അപ്പോൾ ഇത് പ്രീ പ്ലാൻഡ് ആണ്. നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇന്ന സമയം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് പരമരഹസ്യമായിട്ട്, അതുകൊണ്ടാണ് അതിൻ്റെ വിഷ്വൽസും ഇല്ലാത്തത്. രഹസ്യമായിരിക്കണം എന്ന് രണ്ട് കൂട്ടരും തീരുമാനിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ല, BJPയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. കാരണം അവർ ബാക്ക് ഫുട്ടിൽ നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് കേരളം എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അവർക്ക് ആളെ കിട്ടണം. അത് വെറും വോട്ടർമാരെ മാത്രം കിട്ടിയാൽ പോരാ, വലിയൊരു സംഘം വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിവുള്ള നേതാവിനെ തന്നെ കിട്ടിയാൽ അത്രയും സന്തോഷം. അതുകൊണ്ട് അവരത് ചെയ്യും. അതിൽ അവർക്ക് കുറ്റമില്ല. പി ജയരാജൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഡൽഹിയിൽ പോയ കാര്യവും സംഗതിയൊക്കെ. മൊത്തത്തിൽ പി ഒന്ന് വിഷമിച്ചു. എങ്ങനെ എന്ത് സമാധാനം പറയണമെന്നറിയാതെ വിഷമിച്ചു. പുള്ളി ഒരു പ്രതിഷേധ നടപടി അതിന് മുമ്പ് കാണിച്ചത് MV ഗോവിന്ദൻ്റെ എന്താ കേരള യാത്രയോ, കേരളത്തിൽ ഞാനിപ്പോൾ രക്ഷിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി കാസർഗോഡ് നിന്ന് യാത്ര നടത്തുമ്പോൾ ഇദ്ദേഹം എറണാകുളത്ത് ഈ ദല്ലാൾ നന്ദകുമാറിൻ്റെ അമ്മയുടെ ജന്മദിനത്തിൽ അമ്മയെ ഈ ഷോൾ അണിയിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അത് മുഴുവൻ പരസ്യമാകുകയും ചെയ്തു. എന്നാൽ രഹസ്യമായിട്ടെങ്കിലും വരണ്ടില്ല, ഇവിടെ വന്ന് ഇത് ചെയ്തിട്ട് പോയി. ദല്ലാൾ നന്ദകുമാർ പിയുടെ സുഹൃത്തായിരിക്കാം, കുഴപ്പമില്ല. 70ാം ജന്മദിനത്തിൽ പുതപ്പിക്കാനായിട്ട് പോയതായിരിക്കാം. പക്ഷേ ആ പോക്ക് ഗോവിന്ദനെ വെല്ലുവിളിച്ചൊരു പോക്കാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടി ഫംഗ്ഷൻ നടക്കുമ്പോൾ 70ാം വയസ്സായ അമ്മയെ ഷോൾ അണിയിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. അണിയിച്ചില്ലെങ്കിലും 4 ദിവസം കഴിഞ്ഞ് പോയി അണിയിച്ചാലും മതി. അമ്മ എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ താമസിച്ചു, അതിനെന്താണ് ഇരിക്കുക ചായ കുടിക്കുന്നൊക്കെ. ഇത് ഇത്ര വലിയ സംഗതിയാണ്. ആ മൊമെൻറ്റിൽ തന്നെ അന്ന് തന്നെ ഇതൊക്കെ ഈ ചോദ്യം പാർട്ടിക്കുള്ളിൽ വരില്ലേ? ഇതിനൊന്നും ഈ മനുഷ്യന് സമാധാനം പറയാനും പറ്റുന്നില്ല. എന്നിട്ടും ഒരുപക്ഷെ പിണറായിയുടെ സംരക്ഷണം ഉണ്ടായിട്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാത്രം മാറ്റിയിട്ട് പിന്നെ ഇദ്ദേഹത്തെ സെൻട്രൽ കമ്മിറ്റിയിൽ നിർത്തിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അത് ബോക്സായിട്ട് മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഓരോ ചോദ്യവും അത് വേറെ വലിയ കുഴപ്പത്തിലേക്കാണ് നയിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾ ചർച്ച ചെയ്തു, ഒരാൾ റേസ് ചെയ്തപ്പോൾ, അതുപോലെ ഞാൻ റേസ് ചെയ്ത കാര്യവും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് പിയുടെ ചോദ്യം. ആ ചോദ്യങ്ങളെല്ലാം പല വ്യക്തികൾക്കും അസ്വീകാര്യമായ ചോദ്യങ്ങളാണ് താൻ. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നതിന് പകരം ഒരു ചെറിയ സിഗ്നൽ പിയോടും കൂടെ ചോദിച്ചിട്ട് നിങ്ങളെ തൽക്കാലം മാറ്റുന്ന നമുക്ക് സംസാരിക്കാം. ഇത് അവസാനിക്കുന്ന അങ്ങനെയാണല്ലോ. പിണറായി വിജയൻ പറഞ്ഞു നമുക്ക് കാണാം, സംസാരിക്കാം. പി ഒരക്ഷരമില്ലാതെ ഇറങ്ങിപ്പോകുന്നു, ഫ്ലാറ്റും വെക്കേറ്റ് ചെയ്യുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് പിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല.